ഇന്നലെ എപ്പോ വന്നാ? ഇന്നലെ രാത്രി ആയമ്മ വന്നപ്പം. മോനെയും കൊണ്ടുവന്നു. അവനവിടെ കിടത്തിയില്ലേ? ഇല്ല, അവൻ എന്തോ ഒരു ചെയ്യുന്ന സാധനത്തിലേ എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് നാളെ 2 മണിക്ക് കൊണ്ടു ചെല്ലണം. അപ്പൊ നമ്മള് വീടിനടുത്തായോണ്ടേ നമ്മള് വീടിനടുത്തായോണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ദൂരെ നിന്ന് ആൾക്കാർ അവിടെ കിടക്കണം. ദൂരെ നിന്ന് ആൾക്കാർ അവിടെ ആശുപത്രിയുടെ അടുത്ത് റൂം എടുത്ത് കിടക്കണം. നമ്മള് വീടിനടുത്തായോണ്ട് നമ്മള് വീട്ടിൽ വന്ന്. മനസ്സിലായാ? ഓ, എന്നും കൊണ്ടുവരണം. പിന്നെ നമ്മൾ വീടിനടുത്തായോണ്ട് നമുക്ക് വീട്ടിൽ വരാം. പക്ഷെ നമ്മൾ എന്നും കൊണ്ടു ചെല്ലണം. ഇന്നലെ ഞാൻ വന്നപ്പോ നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഞാൻ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ നോക്കിയപ്പോ നിങ്ങൾ ഉറക്കാം. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നില്ല. ഞാൻ വന്നത് നിങ്ങൾ അറിഞ്ഞാ? ഞാൻ അടുത്ത് വന്നത് പറഞ്ഞില്ലേ? അല്ല, ചോറൊക്കെ തിന്നായിരുന്നാ? ഉച്ചക്ക് തന്ന് അതൊക്കെ തിന്നു. രാത്രി തിന്നാ? തിന്നാ. പിന്നെ ഇന്നലെ അവരോട് വഴക്കുണ്ടാക്കിയാ? പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞു. ഈ ചവറ അരി കൊണ്ട് ആരും പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. ഇന്നലെ ജോലിക്കാരങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ജോലിക്കാരൻ അങ്ങനെയല്ലേ പറഞ്ഞു. ജോലിക്കാരെ ചിരിച്ച് മയങ്ങിക്കൊണ്ടിരിക്കണാ? പക്ഷെ ജോലിക്കാര് പറഞ്ഞല്ലോ ഇന്നലെ വഴക്കായിരുന്നെന്ന്. ഞാനവരും കൂടെ വഴക്കൊന്നും ഉണ്ടായില്ലേ? തന്നെ, വഴക്കുണ്ടായില്ലെങ്കിൽ നല്ലത്. വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? അങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ അത്രേ അതേ ജോലിക്കാരും പറഞ്ഞോളൂ. ജോലിക്കാരും അതേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. അയ്യോ, കൊണ്ടിട്ട് അവർക്ക് അവര് നടുവേദന. തൈലം വാങ്ങിച്ചിരുന്നോ? ഇതെങ്ങനെ വന്നത് നടുവേദന? എങ്ങനെ വന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ വന്നേന്ന്? കുനിഞ്ഞു താന്നിരുന്നതല്ല. ആര്? ആര്? അപ്പൊ അറിയാല്ലേ? അപ്പൊ നിങ്ങക്ക് അറിയാം. എങ്ങനെ നടുവേദന ഉണ്ടെന്ന് അറിയാല്ലേ? ഇവിടെ ഭയങ്കര വേദന. മുതുവിലേ കടിച്ചു. എനിക്ക് ഇരിക്കാൻ വയ്യ. ആര് തൈലിട്ട് തരും? ഞാൻ ഇടാ. കയ്യിലോ? എന്താണ് മിനിഞ്ഞാന്ന് വെള്ളയിലായിരുന്നു. വെള്ളയില്ലാത്തോണ്ട് കുളിക്കാൻ പറഞ്ഞ ദേഷ്യത്തില് ബക്കറ്റ് ഇട്ടൊരു അമ്മയുടെ ടോയ്ലറ്റിൽ ഇരുന്ന ബക്കറ്റ് എടുത്തോണ്ട് ഞാൻ ഇവിടെ അല്ലേ പൈപ്പുള്ളൂ, വെള്ളയിലായിരുന്നു. അപ്പൊ ആ പൈപ്പില് ഞാന് വെള്ളയില്ലാത്തോണ്ട് ഞാന് നിർബന്ധിച്ച് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നേന് ആ ബക്കറ്റ് ഇട്ടൊരു അടിയുന്നു. അതാണ് പറയുന്നത്. കുഞ്ഞ അതിനുശേഷം ഒരു വീഡിയോയിൽ പറയണ്ട അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവക്ക് പറയാൻ അറിഞ്ഞൂടല്ല, ഇതാണ് പറഞ്ഞ്. പക്ഷെ സമ്മതിക്കും കേട്ടോ, എന്ത് ചെയ്താലോ അംഗീകരിച്ചു. അതാണ് ശോഭന. ഓ, നാളെ പോണം. ആശുപത്രി പോണം. നാളെ ഉച്ചക്ക് 2 മണിക്ക് കൊച്ചിനെ കൊണ്ട് അങ്ങ് പോണം. ഇപ്പൊ 2 മണിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് 1 മണിക്ക് പോകും. പിന്നെ ഞാൻ ചിലപ്പോ രാത്രി വരൂല. നാളെ 9-10 മണിയാവും വാർഡിലോട്ട് ആക്കാനെന്ന് പറഞ്ഞു. അവര് എന്തൊക്കെ നോക്കിയിട്ടൊക്കെ വാർഡിലോട്ട് മാറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ നല്ല താമസിക്കൂലേ പോവാനായിട്ട്. എന്തിന്? അമ്മ അവിടെ നമ്മളെ ഇരുത്തൂല. അച്ഛാമ്മ വിശേഷം ചോദിക്കണം. ആശുപത്രിയില് നമ്മളെ ഇരുത്തൂല. ആശുപത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞാല് ആരാണ് രോഗി അവരെ അതിനകത്ത് കയറ്റിയിട്ട് പിന്നെ നമ്മളെ വെളിയിലേ ഇരുത്തോളൂ. അപ്പൊ നമുക്ക് തുണിയൊന്നും വേണ്ട. എനിക്ക് പോയിട്ട് ഇങ്ങ് വരാല്ല. പിന്നെ കൊച്ചിന് അവര് തുണി കൊടുക്കും. ആശുപത്രിയിൽ കഴുകി വൃത്തിയാക്കിയ തുണി അവര് കൊടുക്കും. നമ്മളൊന്നും തുണിയൊന്നും കൊണ്ടുപോകണ്ട വീട്ടിൽ നിന്ന്. ആഹാരവും കൊണ്ടുപോകണ്ട. ആഹാരമൊക്കെ ആശുപത്രിയിൽ നിന്ന് കൊടുക്കും. അമ്മ കണ്ട ആശുപത്രി എന്ന് പറയുന്നത് അമ്മ കണ്ട ആശുപത്രി എന്ന് പറയുന്നത് ഒന്നുകിൽ മെന്റൽ ഹോസ്പിറ്റലില്, അല്ലെങ്കിൽ പേരൂർ കിടത്ത ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇതേ അമ്മ കണ്ടിട്ടുള്ളൂ. ഈ കണ്ട ആശുപത്രിയിലൊക്കെ ആഹാരവും തുണിയും ഒക്കെ നമ്മൾ കൊണ്ടുപോകണം.
അവിടുന്ന് കിട്ടൂല. അതാണ് അമ്മ അതെന്തൊരു ആശുപത്രി എന്നിങ്ങനെ ചോദിക്കണം. അമ്മയ്ക്ക് അത്ഭുതമാണ് അതൊക്കെ. അമ്മ അങ്ങനെയാണ്, ഈ ആശുപത്രി അങ്ങനെയാണ്. ഇവിടുന്ന് പുറത്തുനിന്ന് ആഹാരം കൊടുക്കൂല, പിന്നെ പുറത്തുനിന്ന് തുണി എടുക്കൂല, പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റൂല. എപ്പോഴും നമ്മളിപ്പം മെഡിക്കലിലും പേരൂർക്കൂടെ ഇരിക്കുമ്പോൾ കാണാൻ വരൂലേ, അതുപോലെ കാണാനൊന്നും വരാനൊന്നും പറ്റൂല. നമ്മള് കൊച്ചിനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒരറ്റത്തിരിക്കണം. അവരാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. പിന്നെ നമ്മൾ വീടിനടുത്താണ്ട് നമുക്കിങ്ങ് വരാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് വന്നല്ലേ, ഇന്നലെ പോയാൽ. ഇപ്പൊ എവന്റെ കൂടെയുള്ള എല്ലാവരും അവിടെ അടുത്ത് റൂം എടുത്ത് കിടക്കുകയാണ്. അവിടെ ലോഡ്ജിലും റൂമിലും വാടക വീടൊക്കെ എടുത്ത് അവിടെ കിടക്കുകയാണ് ഇവന്റെ കൂടെയുള്ള രോഗികള്. നമ്മൾ മാത്രമാണ് വീട്ടിൽ വന്ന, നമ്മൾ മാത്രമാണ് വീടിനടുത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന്. മനസ്സിലായാ? അയ്യോ അയ്യോ, ആ അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടില്ല. കൊന്നെ നമ്മളൊക്കെ കിടത്തുമായിരുന്നു. കിടത്തുവായിരുന്നാ? എവിടെ കിടത്തുവായിരുന്നു? കിടത്തുമായിരുന്നു. ഡോക്ടർ നോക്കും. ഡോക്ടർ നോക്കോ? ആഹാരമൊക്കെ വലിയ ആശുപത്രി സമയത്ത് അവിടെ പെണ്ണുങ്ങളെ കൂടെ കിടക്കും. തൂക്കം പറയാൻ നേരത്ത് അവരും കൂടെ നിങ്ങൾ തൂപ്പിക്കോ? തൂപ്പിക്കും. നിങ്ങൾ തൂക്കണോ? അതൊക്കെ തൂക്കുവാരിയിരുന്നു. നിങ്ങളാ? നിങ്ങൾ ചെയ്യുമായിരുന്നാ? തൂക്കണം തന്നെ. തൂക്കാൻ ഇപ്പൊ ജയിക്കും. ജയിച്ച് എല്ലാവരെയും വിളിച്ച് പിടിച്ചോണ്ട് വിളിച്ച് കൊടുത്തു. ധൈര്യം കൊണ്ടുവരുമ്പോ വിളിക്കും. അപ്പൊ പാത്രം. പിന്നെ വേറെന്ത് കിട്ടുമായിരുന്നു? ആ പാത്രമൊക്കെ കഴിക്കണം. ചുരുക്കം പറഞ്ഞ അവിടെ ജോലി ഉണ്ടായിരുന്നു. അവിടെ ജോലിയുണ്ട്. അപ്പൊ അവിടെ ആക്കിയാൽ നിങ്ങൾ ജോലി ചെയ്യും? അവിടെ അവൻ ജോലി ചെയ്യും. ആക്കട്ടാ, കൊണ്ടാക്കട്ടാ? അവിടെയും ജോലി ചെയ്യും. കൊണ്ടാക്കട്ടാ? ഇതൊക്കെ അറിയിക്കില്ല. തന്നെ. ഇത് അമ്പലത്തിൽ നിന്ന് രേഹരക്ഷയ്ക്ക് കിട്ടിയേക്കണ. ഇതൊക്കെ ആക്കട്ടാ, അവിടെ കൊണ്ടാക്കട്ടാ? ഞാൻ അവിടെ കിടക്കും. ഇപ്പൊ ഇനി കൊണ്ടാക്കട്ടാ? അവിടെ ഇവിടെ കിടന്നു എനിക്ക് കൊള്ളായിരുന്നു. അമ്മ, ഞാൻ നിങ്ങൾക്ക് ചെറിയ കമ്മല് വാങ്ങിച്ചു തന്നത് തന്നെ. ചെറിയ കമ്മൽ വാങ്ങിച്ചപ്പോ നിങ്ങൾ എന്നെ ചെറിയ കമ്മലൊക്കെ ഊരി കളഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ? ചെറുതെ മതിയായിരുന്നു. ഇത് ഈ കാത് പൊട്ടി കിടക്കണായിരുന്നു. നിങ്ങളല്ലേ ഊരിക്കളഞ്ഞ? നിങ്ങൾ തന്നെ. എവിടാ? അയ്യേ, ഒരു കട്ടിലിൽ ചെന്ന് കയറി കൊടുപ്പ കിടത്തും. അവര് നിങ്ങളെ പോലെയുള്ള ഒരാളെ പറഞ്ഞു വിട്ടു, അതറിയാമോ? പറഞ്ഞു വിട്ടെന്ന്. അവിടെ ചെന്നിട്ട് അവിടെ കിടക്കണ അമ്മമാരെയൊക്കെ ഭയങ്കര ദേഷ്യവും ഉപദ്രവവും. അങ്ങനെ അവര് പറഞ്ഞു വിട്ടെന്ന്. നിങ്ങളെ സ്വഭാവം വെച്ചിട്ട് ചെന്ന് കയറി കൊടുത്താൽ നന്നായിരിക്കും. ഓ അയ്യോ, പിന്നെ എന്താന്ന് വിചാരിച്ചു ഇവിടെ എന്റെ തോളി കയറും പോലെ അവിടെ പോയി കിടന്ന് തോളി കയറാന്നാ? മെന്റൽ ആശുപത്രി ഒന്നുമില്ല, അത് ആരും നോക്കാനില്ലാത്തവരെ നോക്കണ സ്ഥലം. ഓ അവിടെ ഉള്ളവരൊക്കെ തന്നെ, ഉള്ളവരെ വീട്ടിലുള്ളവരൊക്കെ തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് വൃദ്ധസദനമാണ്. വൃദ്ധസദനം. എന്താണ് വൃദ്ധസദനം എന്ന് അറിയാമോ? വയസ്സായി കഴിഞ്ഞാ നോക്കാൻ ആരും ഇല്ലാത്തവരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ആക്കും. അവിടെ കൊണ്ടുവന്നാക്കുമ്പോ അവര് നോക്കി ഭക്ഷണമൊക്കെ കൊടുക്കും. പണ്ട് നിങ്ങളെ മോൻ കൊണ്ടാക്കിയില്ലേ കല്യാണത്തിന് മുമ്പ്? ഓർമ്മയുണ്ടാ? അതെവിടെയാണ്? എവിടെയാണ് കൊണ്ടാക്കിയ? അതെവിടെയാണ് സ്ഥലം ഓർമ്മയുണ്ടാ? ഓർമ്മയില്ലേ? പോയി നിന്നത് ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട? അത് തന്നെ. അന്ന് അല്ലമ്മ, ഇവരെ കൊണ്ടുവന്ന് കല്യാണത്തിന് മുമ്പ് ഈ ആശുപത്രിയിൽ നിന്ന് അസുഖം കുറയുമ്പോ അവര് ഇങ്ങനെ വിളിച്ചിട്ട് പറയും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു പറയും. അപ്പൊ അന്ന് വീട്ടിൽ ഇവര് നിൽക്കൂലല്ല, ബഹളമല്ലേ, ആഹാരവും കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ ഇവര് ഇതുപോലെ ഇങ്ങനെ ഇവിടെ കൊല്ലത്തും പിന്നെ എറണാകുളത്ത് അങ്ങനെ 2-3 ആക്കിയപ്പോഴൊക്കെ ഇവര് അവിടെ കിടക്കണവരെ ഉപദ്രവിക്കും. അല്ലേ? ഉപദ്രവിക്കും അല്ലേ? അന്ത്രി ഇതവരെ പറ കേക്കട്ട്. നിങ്ങൾ അവരെ എന്നിട്ട് വഴക്കാവോ? ഇതാണ് കേട്ടാ, ഉപദ്രവം എന്നുള്ള വാക്കല്ല. ആക്ച്വലി ഇവരും തമ്മിൽ ചേരൂല. അതായത് ഇവര് തമ്മില് ചേരൂല. എന്ത്? എനിക്ക് അതുകൊണ്ട് അല്ലേ പൂയെന്നുള്ള പറയുമ്പോ മുഖത്തിന്റെ എക്സ്പ്രഷൻ നോക്കിയാണ്. ചോക്കോ? പക്ഷെ ഇത് മഞ്ഞ കളറാണല്ലോ കണ്ണ്. ഇവർക്ക് പൂച്ചക്കണ്ണാണല്ലേ? ഇവരെ കൃഷ്ണമണി കറുപ്പില്ല, പൂച്ചക്കണ്ണാണ്. പൂച്ചക്കണ്ണ്. വെറ്റപ്പഴേ മുഖച്ചായ. അയ്യോ, അമ്മ എങ്ങനെ മരിച്ചത്? അവിടെ കിടന്നാണ് മരിച്ചത്. അവിടെ കിടന്ന് എങ്ങനെ മരിച്ച? അവിടെ കിടന്ന അവിടെ കൂട്ടത്തോടുകൂടി കിടന്ന് തന്നെ കൂട്ടത്തോട് കിടന്ന് മരിച്ച? ഓർമ്മയില്ല എങ്ങനെ മരിച്ചെന്ന്? എങ്ങനെ മരിച്ചെന്ന് എനിക്ക് തന്നെ. എന്നെ വീട്ടിൽ വീണ്ടൊന്നുമില്ല കണ്ടത്. എന്നെ അവിടെ കൊണ്ടുവന്നപ്പം ഇവര് അടച്ചു കളഞ്ഞു.
അച്ഛൻ മരിച്ചില്ല. അച്ഛൻ മരിച്ചില്ലമ്മ, അച്ഛനുണ്ട്. ഇവരുടെ അച്ഛനുണ്ട്. ഓ, ഇവരുടെ അപ്പൂപ്പനാണ് മരിച്ചത്. അച്ഛനുണ്ട്. അച്ഛൻ ഉണ്ട്. അച്ഛൻ മുക്കോലം കണ്ട. അവരമ്മ മരിച്ചപ്പോ ഞാൻ പോയാ? അമ്മ മരിച്ചപ്പോ നിങ്ങൾ വന്ന് അടക്കി കഴിഞ്ഞാ? ഞാൻ അമ്മ അടക്കി കഴിഞ്ഞാ? കണ്ടില്ലായിരുന്നാ? അവര് ചുടലൊക്കെ വിളിച്ചിട്ട് ആ പിന്നേര് വന്ന് കിടന്ന് തന്നെ. എന്നെ അമ്മ കാണിച്ചില്ല അവര് വിഷമമുണ്ടാ? ഞാൻ വിഷമമുണ്ടാ? എന്നെ കാണിച്ചല്ലേ, അതുകൊണ്ട് വിഷമമുണ്ടാ? കാണിക്കാൻ തോന്നി എനിക്ക് നീ വിഷമം. അമ്മൂമ്മ ഇവിടെയല്ലേ അടക്കിയത്? ഇവിടെ കണ്ടല്ലേ അടക്കിയത് അമ്മൂമ്മ? അമ്മൂമ്മ അടക്കി, അമ്മയെ കാണിച്ചില്ലേ? നിങ്ങൾ അമ്മ അടക്കിയത് ഇവിടെ എവിടെയും കണ്ടല്ലേ? അമ്മ ഇവിടെ തന്നെ അടക്കി. ഇവിടെയും കണ്ടേന്ന് അടക്കിയത് കൊണ്ട് അവിടെ അടക്കിയല്ലേ? അവിടെയാണ് അമ്മൂമ്മ അടക്കിയ. നിങ്ങൾ അമ്മൂമ്മ ഇവിടെ, നിങ്ങൾ അമ്മ ഇവിടെ ഉണ്ട്. എന്നാള് കുഞ്ഞെ പ്രസവിച്ച് കിടന്നില്ലേ? കുഞ്ഞെ പ്രസവിച്ചിട്ട് ഞാന് തൊട്ടിലിൽ കിടന്ന് കുഞ്ഞെ ഇങ്ങനെ ആട്ടി 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 കട്ടിലിൽ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ച് ഞാൻ സ്വപ്നം കണ്ട് കൊച്ച് തറയിൽ വീണ്. അപ്പൊ നിങ്ങൾ അമ്മ വന്ന് എടുത്ത് തൊട്ടിലിൽ കിടത്തിയെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട്. അപ്പോഴുണ്ട് നിങ്ങളെ മോൻ രാവിലെ പറഞ്ഞു കൊച്ച് തറയിൽ വീഴാൻ പോയി, അപ്പൊ കൊച്ചിനെ തൊട്ടിലിൽ ഞാൻ എടുത്ത് കിടത്തിയെന്ന്. ഞാനല്ലല്ലോ എടുത്ത് കിടത്തിയ, എനിക്ക് ഓർമ്മ പോലും ഇല്ല. നിങ്ങൾ അമ്മേനെ വന്നെടുത്ത് ഞാൻ സ്വപ്നം കണ്ട് നിങ്ങൾ അമ്മ വന്നു. ഓ, നിങ്ങളെ അമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഈ പറമ്പിൽ എവിടെയൊക്കെ തന്നെ ഉണ്ട്. ഒളിച്ചിരിപ്പുണ്ട്. ഓ, അതെ തന്നെ. ഇവിടെ കൊണ്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. ഷർട്ട് ഇട്ട ഇവരമ്മയാ? നിങ്ങൾ എന്ത് അത് തോന്നിയതായിരിക്കും. അമ്മമ്മയ്ക്കൊന്നുമില്ലേ? അമ്മൂമ്മ നോക്കും. അമ്മ വരൂല. അമ്മ എന്നെ കാണാൻ നല്ല ചെറുപ്രായമായിട്ടാണ് കണ്ടത്. ഇന്നലെ നന്ദപ്പന് രാവിലെ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ വയ്യ ക്ഷീണം. ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞ് കുറെ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ലാസ്റ്റ് വൈകുന്നേരം 4 മണിയോട് അടുപ്പിച്ച് ഡോക്ടർ 4:30 ആയെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് മറ്റന്നാൾ, അതായത് നാളെ ബുധനാഴ്ച വെനസ്ഡേ 2 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അന്നേ അഡ്മിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടില് നമ്മൾ വീടിനടുത്തായതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ വീടിനടുത്ത് ആയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തിയത്. അപ്പൊ അമ്മയ്ക്ക് അമ്മ ഫുഡൊക്കെ കൊടുത്ത് ഗുളികയൊക്കെ കൊടുത്ത് അമ്മ ഉറങ്ങിയായിരുന്നു. ഗുളിക ചേട്ടനെ കൊടുക്കുള്ളൂ, അമ്മയല്ല. അപ്പൊ ഞാൻ വന്ന് നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയപ്പോ സുഖം ഉറക്കം. പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. ഞാൻ പോയി മൂടിയൊക്കെ കൊടുത്തിട്ട് അതാണ് എന്നോട് ചോദിച്ചത് എപ്പോ വന്നു എന്നുള്ളത്. മൂടി കൊടുത്തിട്ട് എങ്ങ് വന്നു. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തായി എന്നുള്ളത്. ഇതാണ്, വീട്ടിൽ വന്നു. ഇനിയിപ്പോ നാളെയാണ് പോകുന്നത്. പിന്നെ ഒരുപാട് എന്റെ കൂടെ നന്ദന്റെ കൂടെയുള്ള 2 കുഞ്ഞുങ്ങൾക്ക് വേറെ 2 പേർക്ക് മാറ്റിയായിരുന്നേ. അവർക്കും ഇതുപോലെ സെയിം തന്നെ നന്ദന്റെ അതേ ഡേറ്റിന് ചെല്ലാൻ പറഞ്ഞു. അതിന്റെ വിഷമം എന്ന് പറയുന്നത് നമ്മളിപ്പോ അവിടെ നിന്ന് എല്ലാവരും ഇപ്പൊ അത് വേറൊരു കാര്യം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ കാര്യം, സത്യം പറഞ്ഞാല് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ ആ ഹോസ്പിറ്റൽ എനിക്ക് നടുവയ്യാത്തത് കൊണ്ട് ഞാൻ അഡ്മിഷൻ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും അതായത് ആ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും വന്ന് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അപ്പൊ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാണാത്ത ആൾക്കാരൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എന്ത് എല്ലാവരും ആ പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു എന്നുള്ള മൈൻഡായിരിക്കാം. അമ്മ നിങ്ങൾ എന്തിനമ്മ ഈ കയറി നിൽക്കണം? നിങ്ങൾക്ക് 2 ആകാശം എടുത്തിട്ട് അപ്പൊ ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ സ്വയം ഇതായി പോകുന്നതായിട്ട് തോന്നരുതേ. ചിലരിപ്പം എന്നോട് സുഖ തോന്നുന്നവരൊക്കെ തോന്നും, അതായത് എന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ചോദിക്കാം നീ ആരും നിന്റെ അടുത്തൊന്നും മിണ്ടാനെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാൻ. സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചാലും വേണ്ടില്ല. എന്തുമാത്രം ആൾക്കാർ, എന്തുമാത്രം തോന്നുന്നു എനിക്ക് അറിയത്തില്ല. ആശുപത്രിയിൽ നിന്ന് എന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്ന ആ ഭാഗത്തുനിന്ന് എവിടുന്നൊക്കെയോ ആൾക്കാർ വന്ന് കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ എണീക്കാൻ വയ്യ. ഒന്ന് ഞാൻ ഇരുന്നോണ്ടിരിക്കണം, എണീറ്റാൽ പിന്നെ കുറെ സമയം നിൽക്കണം. അതിലേറ്റവും ഉപരി നമ്മൾ എണീറ്റ് പോയാൽ സീറ്റ് പോകും. അപ്പൊ അതുകൊണ്ട് ആര് വന്നാലും ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നത്. കാര്യം എനിക്ക് എണീക്കാൻ വയ്യ. ഭയങ്കര ബാക്ക് പെയിൻ ആണ്. രാവിലെ തൊട്ട് ഇരിക്കല്ലായിരുന്നോ. ഒരുപാട് ശരിക്കും അറിയത്തില്ല ഏതൊക്കെ നാട്ടിൽ നിന്നാണോ എന്തോ വന്ന് സംസാരിക്കുകയും മിണ്ടയൊക്കെ ചെയ്ത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിക്കാനായിട്ട് പോയപ്പോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കൊച്ചെന്ന് പറഞ്ഞ ആതിരന്തോന്ന് പേര്, ഞാൻ മറന്നു, ആതിരായിരിക്കണം. ആ കുട്ടി ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞു. ആരോടും അങ്ങനെ മിണ്ടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മിണ്ടുന്ന ടൈപ്പ് അല്ല, പക്ഷെ എന്നെ കണ്ടപ്പോ ഓടി വന്ന് മിണ്ടണം എന്ന് തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ നല്ലൊരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പൊ അവള് ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ അവള് കരുതുമായിരിക്കും. അവൾ അവസാനം പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ട് മടിച്ചാണ് ഒന്ന് മിണ്ടിയപ്പോ ചേച്ചി എന്തോ ഇത്രയും ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അത് വേറൊന്നുമല്ല, എന്താണ് സഹായം ഞാൻ പറഞ്ഞുതരാം. ഈ ശ്രീചിത്ര ആശുപത്രിയിൽ ശ്രീചിത്ര അല്ലെങ്കിൽ RCC ഇങ്ങനെയുള്ള ആശുപത്രിയിൽ
ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരിവിടെ സ്റ്റേ ചെയ്യണം. അമ്മ നിങ്ങൾ ഇരിക്കമ്മ, നിങ്ങൾ എന്തിനിങ്ങനെ കയറി നിൽക്കണ? അമ്മ ഞാൻ മാറിത്തരാം, നിങ്ങൾ അമ്മ ഞാൻ മാറിത്തരാം, നിങ്ങൾ ഇത് ഞാൻ മാറിത്തരാം. ഇരുന്നു, ഇനി എണീക്കൂല, ഇനി എണീക്കൂല. അമ്മ ഇത് കയറിയിരി, ഞാൻ നിക്കാം. അമ്മ ഇത് കയറിയിരി, ഞാൻ നിക്കാം. ഇത് കയറിയിരി. അമ്മ നിങ്ങൾ ഇങ്ങോട്ട് ഇരുന്നാണ്, ആ കാണുന്നവര് എന്നെ തെറി വിളിക്കും. നിങ്ങൾ കൂടെ പോയി ഇരുന്നാണ് അങ്ങോട്ട്. ഞാൻ ബക്കറ്റ് എടുത്തിരിക്കാം. അപ്പോ അത് പോയി ഒന്നാതെ എന്നെ എങ്ങനെ തെറി വിളിക്കട്ടെന്ന് ആലോചിച്ച് നടക്കണം. കുറെ കൂട്ടങ്ങളുണ്ട്. അവരൊന്ന് പറയണ്ടോ അവിടെ കയറി ഇരിക്കണണ്ട എന്ന് പറയും. അമ്മേ അപ്പോ കൊടുത്ത ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞുതരാം. ഒരുപാട്, അതായത് ദൂരെ നാട്ടിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ശ്രീ ചിത്ര RCC മെഡിക്കൽ കോളേജ് ഇവിടത്തേക്കൊക്കെ വരുന്നവർ ചെയ്യുന്നത് വന്നിട്ടൊക്കെയാണ് റൂമൊക്കെ എടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇതാണെന്നുണ്ടല്ലേ, ഇന്ന് നമ്മൾ അഡ്മിഷൻ ഡേറ്റ് എടുക്കാൻ വരുമ്പോൾ ഡോക്ടർ പറയും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സർജറി എന്ന് പറയും. അപ്പൊ ഇവരെന്തെങ്കിലും പോയിട്ട് ആ 2 ആഴ്ച സമയത്ത് വരുമ്പോഴത്തേക്ക് റൂം എടുക്കാൻ നോക്കുമ്പോൾ റൂം കിട്ടില്ല. കാര്യം അവിടെ ഒരു ഡേറ്റിന് തന്നെ ഒരുപാട് പേഷ്യന്റിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, സർജറി ഡേറ്റ്. അപ്പൊ ആൾക്കാർ വന്നിട്ട് അവര് നോക്കുമ്പോൾ റൂം കിട്ടില്ല. അങ്ങ് ദൂരെ താഴെ മെഡിക്കൽ കോളേജിന്റെ അങ്ങ് താഴെയൊക്കെ പോയിട്ടാണ്, ചാലക്കുഴി ആ ഭാഗത്തൊക്കെ പോയിട്ടാണ് റൂം എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മോനെ സർജറി ആയിട്ട് അവിടെ കിടന്ന സമയത്ത് ഞാൻ ഈ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഞാന് നമ്മളടുത്താണല്ലോ, അന്നെന്റെ ഡെലിവറി കഴിഞ്ഞ സമയമാണ്. എങ്കിൽ പോലും ഞങ്ങള് സഹോദരന്റെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ സഹോദരന്റെ ഓട്ടോറിക്ഷയിൽ അവൻ എന്നെ അപ്പോഴപ്പോഴെ എന്നെ കൊണ്ടുവരുമായിരുന്നു. അവസാനം അവനെ ബുദ്ധിമുട്ടിക്കാൻ പഠിച്ച് ഞങ്ങള് ചേട്ടന്റെ ബൈക്ക്, അന്ന് ഞങ്ങൾക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ, ബൈക്കിലാണ് യാത്രയൊക്കെ ആയത്. അപ്പൊ ഞങ്ങൾ പോയി വരുമ്പം അവിടെ ഉള്ള അമ്മമാരും കുഞ്ഞുങ്ങളുടെ അമ്മമാരും ഒക്കെ പാവോട്ടോ, ഓട്ടോറിക്ഷയ്ക്ക് 40 രൂപ കൊടുത്ത് താഴേന്ന് ഇവിടെ വരുന്നു, തിരിച്ച് വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഓട്ടോറിക്ഷയ്ക്ക് തന്നെ ഒരു 10-400 രൂപ പോകുമായിരുന്നു. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ കൊച്ചിന്, അതിന്റെ അമ്മയ്ക്ക് അടുത്ത ആഴ്ച കണ്ട സർജറി പറയുന്നുണ്ട്. അവര് തിരിച്ച് നാട്ടിൽ കൊണ്ട് 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാ വന്നെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അപ്പുറത്ത് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിയർ ബൈ ഏതാണോ ലോഡ്ജോ ഹോട്ടലോ ഉള്ളതെന്ന് വെച്ചാല് അവരുടെ നമ്പർ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവരുടെ സർജറി ഡേറ്റ് വിളിച്ച് പറയുക ചെയ്യണം. വിളിച്ചു പറയുമ്പോൾ അവരെ വിളിച്ച് റൂം ബുക്ക് ചെയ്യുക. അപ്പൊ അവർ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ നിങ്ങൾക്ക് റൂം കിട്ടും. കാര്യം എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആരും പേഷ്യൻസിന് അല്ലാണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് അടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ദൂരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ കുട്ടിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പൊ അതാ പറഞ്ഞ, അവള് ഒരു ഇൻട്രോവേർട്ടാണ്, അവള് സംസാരിക്കുന്ന ആളല്ല. പക്ഷെ അവൾ ഇത്രയും എന്നോട് സംസാരിച്ചുകൊണ്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് പുള്ളിക്കാരിക്ക് തോന്നി. കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാ പോയെ. അപ്പൊ ഞാൻ അതാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാന്നുള്ള, പിന്നെ വേറൊരു KCBയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനും നല്ലൊരു ഹെൽപ്പാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വന്നതാ. അവര് ഇതായിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട ഒരു സ്റ്റേജാന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് നല്ലൊരു ഡോക്ടറിന്റെ നമ്പർ കൊടുക്കാൻ പറ്റി. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ പബ്ലിക് പ്ലേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ എന്റെ അടുത്ത് ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ചാനൽ കണ്ടിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടി എനിക്ക് അവർക്ക് കുറെ അറിവുകളും ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. അപ്പം പറഞ്ഞു വന്നത്, ഒരുപാട് പേര് അടുത്ത് വന്ന് സംസാരിക്കും. എനിക്കാണെങ്കിലും ഒട്ടും എണീക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇരുന്നും കിടന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും പോകുമ്പോ ആൾക്കാർ നോക്കിയപ്പോ ഇതെന്താ ഇവളുടെ അടുത്ത് എല്ലാവരും സംസാരിക്കുന്നുള്ള. അവസാനം പിന്നെ എല്ലാവരും എന്റെ അടുത്ത് വന്ന്, ഈ പരിചയമില്ലാത്തവർ, എല്ലാവരും നമ്മളെ ചാനൽ കാണുമെന്നില്ലല്ലോ, പരിചയമില്ലാത്തവർ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴാണ് ഞാന് അടുത്താണ്, വീട്ടിൽ പോയിട്ട് മറ്റന്നാ വരാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അവർക്ക് ഭയങ്കര വിഷമമായി. കാര്യം അവരൊക്കെ മലപ്പുറത്തൊന്നും ദൂരെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്, കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ സർജറിക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് സത്യമായിട്ട് ഇവിടെ എന്നോട് പറയാതെ അവർ പറഞ്ഞു, ഞങ്ങളും കൂടി വന്നാൽ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഇത്രയും പട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണില്ല. ഇന്ന് പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരെയാണ്. വലിയ ആൾക്കാരാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. കുഞ്ഞു മക്കൾക്ക് ഇത്രയും പട്ടികളുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നത്, അത് റോഡ് വീലറുണ്ട്, ഷെപ്പേർഡ് കടിക്കുന്നവരാണ്, ലാസാപ്സോ കടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു മക്കളെ ഇവിടെ കൊണ്ടുവന്നാൽ അവർ കിടന്ന് ഓടൊക്കെ ചെയ്ത് പട്ടിയെങ്ങാനും അറിയാമല്ലോ, നമുക്ക് പട്ടികളെ തുറക്കുകയും വേണം. അവരെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും തുറന്നൊക്കെ വിടുന്നതുകൊണ്ട് അവർ പുറത്തെ ഇച്ചയൊക്കെ ഇട്ടുള്ളൂ. അങ്ങനത്തെ പിള്ളേരാണ് നമ്മുടെ പട്ടികൾ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വിഷമിച്ച് നിന്നു. പറയാതെ പറഞ്ഞു ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്ന കാര്യം, റൂം കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ചെയ്തില്ല. എല്ലാരും ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഫോൺ കോളാണ്, എന്തായി നന്ദപ്പൻ എന്നുള്ളത്. ഇതാണ്, നാളെയാണ് അഡ്മിഷൻ. സർജറി എന്നൊന്നും ഇനി നാളെ പറയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പക്ഷെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഒരു കാര്യമുണ്ട്, അന്ന് നന്ദപ്പന്റെ സ്റ്റേജ് അങ്ങനെയായിരുന്നു, വിത്ത് വെന്റിലേറ്റർ ആണ് എക്സൈറ്റ് ചെയ്യുന്ന ശ്രീചിത്രയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങ് ചെയ്തു. അതുകൊണ്ട് അന്ന് എനിക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും അറിയത്തില്ല. ഇന്നങ്ങനെ അല്ലല്ലോ, ഇന്നവൻ നല്ല പയറുപോലെ ഓടി ഇടക്കല്ലേ. ഓക്കെ, അപ്പം നാളെ കൊണ്ടു ഇവിടെ അമ്മയും ഇരിക്കുന്നു, അമ്മാവിയും ഇരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്ന അമ്മാവിയിലായിരിക്കും കൊണ്ടു. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതെന്താ അമ്മയും മോളും. നമ്മളാണ് ഭയങ്കര കമ്പനി കേട്ടാ. ഞാൻ 1 മണിയാകുമ്പോ കൊണ്ടു, 2 മണിക്ക് അവിടെ ചെല്ലണം. അപ്പൊ 1 മണിയാകുമ്പോ കൊണ്ടു. നേരത്തെ പോയാൽ നേരത്തെ എല്ലാം കഴിയും.
കൊണ്ടുപോകും. എന്നാലും 9 മണി ആവും തോന്നുന്നു വാർഡിലോട്ട് പോവാൻ. നമ്മള് നല്ല കോംബോ ആണ് കേട്ടാ. നമ്മള് അങ്ങോട്ടും കൂടെ വഴക്കും കൂടും. നല്ല കോംബോ ആണ്. പാന്റും ഉടുപ്പിട്ടാടിയാ. ശരി, നിങ്ങൾ അതിന് ഇവിടെ പോകാൻ പാന്റ് ഉടുപ്പിട്ടുണ്ട്. ഇത് പോയാണ് അവര് പാന്റ് ഉടുപ്പിട്ടുണ്ട് വരാൻ പോണ്. ഞാനാണോ കൊണ്ടുപോകണം? നിങ്ങൾ വരണ്ട. നിങ്ങൾ വരണ്ടേ? വേണ്ട വേണ്ട, ഞാൻ കൊണ്ടു. ചാറ്റ് കൊണ്ടു. എനിക്ക് വയ്യ, ഞാൻ കിടക്കാൻ പോണു. അയ്യപ്പ, ഇത് 2 തുറപ്പാക്കാം. ഇതില് എടുത്തിട്ട് 2 തുറപ്പാക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ബോറാണ്, എനിക്കറിയാം. വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. താൽക്കാലിക അടുക്കള അവിടെ, ഇത് താൽക്കാലിക അടുക്കളയാണ്. പെർമനന്റ് അടുക്കള അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തറയിട്ട് പൂശൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി 2 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ്. അപ്പൊ ഇവിടെ നല്ല വൃത്തിയാകും കേട്ടോ. പെട്ടുപോയ ശോഭനാമ്മയാണ്. എവിടെ ഇപ്പൊ ഇരിക്കും പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി അവിടെ വെൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് തുറന്നിട്ടപ്പോഴത്തേക്കും അടുക്കള ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അടുക്കള കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അമ്മ ചെയ്യേണ്ട ആ സ്റ്റെപ്പ് ഞാൻ തുറന്നിട്ടേക്ക്. അപ്പൊ അമ്മയ്ക്ക് അവിടെ ഇരിക്കാം. പണ്ടിരുന്നത് പോലെ അല്ല, ഇപ്പൊ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വന്ന് 2 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ആവുമായിരിക്കും. വയ്യ, 2 ദിവസം എടുക്കും എന്തായാലും. അപ്പം എല്ലാം പറഞ്ഞ പോലെ ടാറ്റ. നാളത്തെ നന്ദപ്പന്റെ വിശേഷം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാട്ടോ. ഓ കാക്ക, നമ്മൾ സംസാരിക്കാൻ വരുമ്പോ ആ കാക്ക വരും. ശത്രുക്കാക്കയാണെന്ന് വേണ്ടാ, നമ്മൾ ഫോൺ എടുക്കുമെങ്കിൽ ആ കാക്ക വരും. എന്താണെന്ന് ഒരു പിടിയില്ല. വന്നൊരു 6-5 വിളിയും വിളിക്കും. കാക്ക നിങ്ങളെ ശത്രു, അത് എന്റെ ശത്രുവായി.